നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്. ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. 2023-24 വർഷത്തിൽ ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള പാലപ്പുറം കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ പ്രവൃത്തികൾക്ക് വേഗത്തിൽ ഭരണാനുമതി നൽകണമെന്ന് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2023-24 വർഷത്തിൽ ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള പാലപ്പുറം കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ പ്രവൃത്തിയുടെ ഭരണാനുമതി വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ സബ്മിഷനിലൂടെ നിയമസഭയിൽ അവതരിപ്പിച്ചു. പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒറ്റപ്പാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമീണ റോഡാണ് കേന്ദ്രീയ വിദ്യാലയം റോഡ്. LSGയുടെ അധീനതയിലുള്ള റോഡായതുകൊണ്ട് DPR തയ്യാറാകുന്നതിന് പ്രയാസമുണ്ട് എന്നറിയിച്ചതിന്റെ ഭാഗമായി PMC വ്യവസ്ഥയിൽ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് 11/7/2023 LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കത്ത് കൊടുത്തിരുന്നു. വേഗത്തിൽ പണി തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും MLA നിയമസഭയിൽ അറിയിച്ചു. പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒറ്റപ്പാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമീണ റോഡാണ് കേന്ദ്രീയ വിദ്യാലയം റോഡ്. ആ റോഡിൽ LSGDയുടെ അധീനതയിലുള്ള റോഡായതുകൊണ്ട് DPR തയ്യാറാക്കുന്നതിന് പ്രയാസമുണ്ടെന്ന് അറിയിച്ചതിന്റെ ഭാഗമായി PMC വ്യവസ്ഥയിൽ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് 11/7/2023 LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കത്ത് കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോഴത് AS ആകുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ അത് ആ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് സർ. ഏതാണ്ട് വിവിധ സീറ്റുകളിലൂടെ കടന്നുപോയിട്ടുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം ഈ പ്രവൃത്തി നഷ്ടപ്പെട്ടു എന്ന നിലയിൽ വരെയുള്ള പ്രചരണങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. പാടെ തകർന്നു പോയിട്ടുള്ള റോഡ് വേഗതയിൽ ഈ കാലാവസ്ഥയിൽ തന്നെ പണി തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്ക് LSGD നേതൃത്വം നൽകണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത്.